ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു മദ്യപിച്ച് അവശനായി വഴിയിൽ നിൽക്കുന്ന കാഴ്ച കണ്ട് ശാലിനി അരികിലേക്ക് എത്തുന്നു. വിഷ്ണു അതുവഴി വരുന്ന വണ്ടികളുടെ മുന്നിലേക്ക് ബോധമില്ലാതെ വന്ന് ചെന്ന് പെടുന്നത് കണ്ട് ശാലിനി ഓടി വന്ന് പെട്ടെന്നൊരു അപകടത്തിൽ നിന്ന് വിഷ്ണുവിനെ രക്ഷിക്കുന്നു. വിഷ്ണു ആ വണ്ടിക്ക് നേരെ പാഞ്ഞെത്തിയ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ആ വണ്ടിക്കാര് ദേഷ്യത്തോടെ അവിടേക്ക് എത്തുമ്പോൾ ശാലിനി വേഗം വിഷ്ണുവിന്റെ കൈ പിടിച്ച് ആ വണ്ടിയുടെ മുന്നിൽ നിന്ന് തന്റെ അരികിലേക്കായി ചേർത്ത് പിടിച്ചു. അങ്ങനെ വിഷ്ണുവിനെ രക്ഷപ്പെടുത്തി. ആ സമയത്ത് അബോധാവസ്ഥയിലേക്കായി കൊണ്ടിരുന്ന വിഷ്ണു പെട്ടെന്ന് ശാലിനിയുടെ മുഖം കണ്ടതും ശാലിനി എന്ന് വിളിക്കാനായി തുടങ്ങി. അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് വാ വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് പതുക്കെ തന്റെ കാറിനരികിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് രാമേട്ടൻ കാറുമായി വേഗം വിഷ്ണുവിന്റെയും ശാലിനിയുടെയും അരികിലേക്ക് എത്തുകയും വിഷ്ണുവിനെ ശാലിനി വേഗം പിൻസീറ്റിലേക്ക് കയറ്റിയിരുത്തണം. ഡോറ് തുറന്ന് ശാലിനി വിഷ്ണുവിനെ ആ പിൻസീറ്റിലേക്ക് കയറ്റുന്നത് രാമേട്ടൻ നോക്കിയിരുന്നു. ഉടനെ തന്നെ ഡോർ അടച്ചിട്ട് ശാലിനി അപ്പുറത്തെ ഡോറ് വന്ന് തുറന്ന് വിഷ്ണുവിന്റെ അരികിലേക്കായി ചേർന്നിരുന്നു. വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ വിഷ്ണു ബോധം മറഞ്ഞ് ശാലിനി ശാലിനി എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ശാലിനി ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ തന്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ചു. വിഷ്ണു അബോധാവസ്ഥയിലും ശാലിനി എന്ന് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ട് വിഷമത്തോടെ ശാലിനി ആലോചിച്ചു. എന്റെ വിഷ്ണുവേട്ടൻ ഈ അവസ്ഥയിലാകാൻ കാരണക്കാരി ഞാൻ മാത്രമാണല്ലോ, ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണല്ലോ എന്ന കുറ്റബോധവും ശാലിനിയുടെ മനസ്സിനെ അലട്ടുന്നു. ആകെ വിഷമത്തോടെ ശാലിനി അതിനെക്കുറിച്ച് ഓർത്തു. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ശാലിനി അതെല്ലാം ഓർത്ത് അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന നേരത്ത് നേരെ കാറ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ശാലിനി വേഗം തന്റെ ഫോൺ കയ്യിലെടുത്ത് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു. ശ്യാമ വീട്ടിൽ മറ്റു ജോലികളിൽ മുഴുകിയിരിക്കുമ്പോൾ ശ്യാമയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം ഫോൺ എടുത്ത് നോക്കിയ ശ്യാമ ശാലിനിയുടെ കോളാണെന്ന് കണ്ടതോടെ സംസാരിക്കാനായി ആരംഭിച്ചു. ഉടനെ ശാലിനി ശ്യാമയോട് പറഞ്ഞു, മോളെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ശാലിനി ശ്യാമയെ ധരിപ്പിക്കുന്നു. എല്ലാം കേട്ടതിനു ശേഷം അയ്യോ ഇനി എന്തു ചെയ്യും കുഞ്ഞേച്ചി എന്ന് ആശങ്കയോടെ ശ്യാമ അന്വേഷിച്ചു. എല്ലാവരും കിടന്നിട്ടുണ്ടാകൂലേ എന്ന ധൈര്യത്തിൽ ശാലിനി പറഞ്ഞു, ഞാനിപ്പോ വിഷ്ണുവേട്ടനുമായിട്ട് അങ്ങോട്ടെത്താം. അത് കേട്ട ഉടനെ ആകെ ടെൻഷനിലായി ശ്യാമ. കുഞ്ഞേച്ചി ഇങ്ങോട്ട് വരാനോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് കയറുകയോ മറ്റുള്ളവർ കാണുകയോ ചെയ്യില്ല. നീ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി മോളെ. വിഷ്ണുവേട്ടനെ ഞാൻ വീണ്ടും വാതിൽക്ക് കൊണ്ടുവന്ന് വിടാം എന്ന് പറഞ്ഞു. അത് കേട്ട ആശങ്കയിൽ വീണ്ടും ശ്യാമ ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ഞാൻ നോക്കട്ടെ, സത്യാമ്മ കണ്ട പ്രശ്നമാവുമല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, എനിക്കറിയാം, അതുകൊണ്ട് സത്യാമ്മ കാണാതെ അതിനു മുൻപ് തന്നെ ഞാൻ തിരികെ പോരും എന്നറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ ശ്യാമയുടെ അരികിലേക്ക് വിഷ്ണുവുമായി ശാലിനി എത്തുന്നു. കാറ് വന്ന് നിന്നതും ശ്യാമ വേഗം ഓടി വാതിക്കലേക്ക് എത്തി. വിഷ്ണുവിനെ പുറത്തിറക്കിയ ഉടനെ തന്നെ കാറ് തിരിച്ചോളാനായി രാമേട്ടനോട് അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ കയ്യിലേക്ക് വിഷ്ണുവിനെ കൊടുത്ത് ശാലിനി പോകാൻ തുടങ്ങി. കുഞ്ഞേച്ചി ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും എന്ന് ശ്യാമ ആശങ്കയോടെ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, മോളെ നീ തൽക്കാലം വിഷ്ണുവേട്ടനെ ഈ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ. സത്യാമ്മ കണ്ടാൽ പ്രശ്നമാവും. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പോവാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ കയ്യിൽ വിഷ്ണുവിനെ ഏൽപ്പിച്ച് ശാലിനി വേഗം കാറിൽ കയറി അവിടെ നിന്ന് മടങ്ങി. കൃത്യസമയത്ത് സത്യഭാമ ശ്യാമയെ അന്വേഷിച്ച് ഹാളിലേക്ക് എത്തുന്നു. ഈ പിഴച്ചത് എവിടെ പോയി, ഈ പെണ്ണിന് എന്ത് ചെയ്യുക എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് സിറ്റ് ഔട്ടിലേക്ക് സത്യഭാമ എത്തി. അപ്പോഴേക്കും ശ്യാമ പുറത്തു നിൽക്കുന്നത് സത്യഭാമ കണ്ടു. ശ്യാമേ എന്ന് വിളിച്ചതും ഭയത്തോടെ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ശ്യാമ നോക്കുന്നു. അപ്പോഴാണ് ബോധം കെട്ടു നിൽക്കുന്ന മദ്യപിച്ച് ആകെ അവശനായി നിൽക്കുന്ന വിഷ്ണു ശാലിനി ശാലിനി എന്ന് ഓരോന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ സത്യഭാമ അരികിലേക്ക് എത്തി. എന്താ എന്താ ഇവന് പറ്റിയത്, ഇവനെന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഇവനെ പിടിച്ചോണ്ട് വാ, ഇവനെ ആരെവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ സത്യഭാമ അന്വേഷിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, വിഷ്ണുവേട്ടനെ ഇവിടെ കൊണ്ടുവന്ന ഒരാളെ വിട്ടിട്ട് പോയതാ, ഞാൻ വിഷ്ണുവേട്ടനെ വീട്ടിലേക്ക് കയറ്റാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ പടിക്കെട്ടിലേക്ക് വിഷ്ണുവിനെ ഇരുത്തി. ആഹാ ഇവനിത് എന്ത് കോലവാ എന്ന് സത്യാമ്മ ചോദിച്ചു. വിഷ്ണു പെട്ടെന്ന് അകത്തു നിന്ന് പിള്ളാച്ചനെ സത്യാമ്മ വിളിക്കണം. പിള്ളാച്ചോ എന്ന് വിളിച്ചതും പിള്ളച്ചേട്ടൻ അകത്തു നിന്ന് ഓടിയെത്തി. എന്താ സത്യാമ്മേ എന്ന് ചോദിച്ചതും ഇവനെ പിടിച്ചേ എന്ന് സത്യാമ്മ പിള്ളാച്ചനോട് അറിയിച്ചു. പിള്ളാച്ചൻ വേഗം വിഷ്ണുവിനെ ചെന്ന് പിടിച്ചു. ഇനി വാ കുഞ്ഞെ എന്ന് പറഞ്ഞുകൊണ്ട് വിട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിഷ്ണു പറയുമ്പോ കുഞ്ഞിങ്ങി വന്നേ എന്ന് പറഞ്ഞ് പിള്ളച്ചൻ വളരെ പതുക്കെ വിഷ്ണുവിനെ ആ പടിക്കെട്ടിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും വിഷ്ണുവിന്റെ കോലം മൊത്തത്തിൽ കണ്ടതോടെ സത്യാമ്മ അവിടെ നിന്ന്
രാഘവേട്ട എന്ന് വിളിച്ചു. അപ്പോഴേക്കും രാഘവൻ നായരും കൂടി വാതിക്കലേക്ക് എത്തുന്നു. ഉടനെ സത്യഭാമ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി, "വിഷ്ണു, നിനക്ക് എന്താ പറ്റിയത്?" എന്ന് ചോദിച്ച് അരികിലേക്ക് വന്നപ്പോഴാണ് വിഷ്ണുവിന് നല്ല സ്മെല്ലുണ്ടെന്ന് മനസ്സിലായത്. ആ സ്മെല്ലടിച്ചതോടെ സത്യഭാമ മനസ്സിലാക്കി വിഷ്ണു മദ്യപിച്ചിട്ടുണ്ട് എന്ന്. സത്യഭാമ ശ്യാമയോട് ചോദിച്ചു, "ഇവൻ മദ്യപിച്ചാ വന്നിരിക്കുന്നതല്ലേ? ഇവനെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ഇവന്റെ വണ്ടി എവിടെ?" എന്നൊക്കെ സത്യാമ്മ ശ്യാമയോട് ചോദിച്ചു. ശ്യാമ പറഞ്ഞു, "അറിയില്ല സത്യാമ്മേ, കൂട്ടുകാരാരോ ആണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഇവനെ ഇതുപോലെ മദ്യപിപ്പിച്ചത് ആ കമലനായിരിക്കും അല്ലെ? അവനാണ് എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി വിട്ടത്" എന്ന് സത്യാമ്മ അന്വേഷിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, അല്ല അല്ല സത്യാമ്മേ, കമലനല്ല, ഇതെനിക്ക് പരിചയമില്ലാത്ത വേറെ ആരോ ഒരാളാണ്. അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്, മുൻപരിചയം പോലും ഇല്ലാത്ത ആളാണ് എന്ന് ശ്യാമ സത്യാമ്മയോട് കളവ് പറയുന്നു. അങ്ങനെ ശാലിനിയാണ് കൊണ്ടുവന്നെന്നുള്ള സത്യം മറച്ചു വെച്ച് സത്യാമ്മയോട് കളവ് പറഞ്ഞങ്ങനെ ശ്യാമ നിൽക്കുമ്പോ പെട്ടെന്ന് പിള്ളാച്ചനോട് സത്യാമ്മ പറഞ്ഞു, "പിള്ളാച്ചോ, കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വന്നേ, ഇവന്റെ ഈ കെട്ടൊക്കെ ഇപ്പൊ തന്നെ ഞാൻ തീർത്തു തരാം" എന്ന് പറഞ്ഞതും, "അതെ, വെള്ളം കൊണ്ടുവാ" എന്ന് പറഞ്ഞ് വിഷ്ണുവും ചിരിച്ചുകൊണ്ട് ആ പടിക്കെട്ടിലിരുന്നു. അപ്പോഴാണ് ശ്യാമയുടെയും മറ്റുമൊക്കെ ബഹളം കേട്ട് വാതിൽക്കലേക്ക് പപ്പിക്കുഞ്ഞും ഓടിയെത്തിയത്. ഉടനെ തന്നെ പൊന്നിയോട് വെള്ളം എടുത്തോണ്ട് വരാനായി പിള്ളാച്ചൻ പറഞ്ഞത് കേട്ട് പൊന്നി വെള്ളവുമായി അവിടേക്ക് എത്തുന്നു. വെള്ളം വാങ്ങിച്ച് സത്യാമ്മ ഇവനെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ തലയിലേക്ക് ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം. വിഷ്ണു പെട്ടെന്ന് വെള്ളം വീണതും, ഇതെന്താ ഇതെന്ന് ചോദിച്ച് പെട്ടെന്ന് തലയൊക്കെ കുടഞ്ഞ് ഒന്ന് നോക്കി. അമ്മയോ എന്നിങ്ങനെ അതിശയത്തോടെ വിഷ്ണു ചോദിച്ചു. ഉടനെ സത്യഭാമ ചോദിച്ചു, "നീ എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ച് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്" എന്ന് വിഷ്ണുവിനോട് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു, ശാലിനി ശാലിനി എന്ന് വീണ്ടും വീണ്ടും വിഷ്ണു ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അത് കേട്ട സത്യഭാമ വീണ്ടും ദേഷ്യപ്പെട്ടു. "ഇത്രയും നാളായിട്ടും എന്റെ മോന്റെ ജീവിതത്തിൽ ആ കടിച്ചു തൂങ്ങിയിരുന്ന ആ മരവാഴ ഇതുവരെയായിട്ടും പോയില്ലേ? ആ ഇത്തൽ കണ്ണിയായി നിന്നിരുന്നവള് ഇനിയും മാറിയില്ലേ? എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയില്ലേ?" എന്നെല്ലാം ആശങ്കയോടെ സത്യാമ്മ ചോദിക്കുന്നു. ഇത് കേട്ട ഉടനെ രാഘവൻ നായർ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി. ഉടനെ വിഷ്ണുവിനോട് പറഞ്ഞു, "നിന്റെ ഈ പ്രശ്നത്തിനൊക്കെ കാരണക്കാരി ഞാനാണല്ലോ. എല്ലാം ഞാൻ തീർത്തു തരാം. അവളുടെ കാര്യത്തിനൊക്കെ ഞാൻ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കും. അവളെ നീ ഇനി ഓർക്കാൻ പോലും പോകുന്നില്ല. ഇനി എന്റെ മുന്നിലേക്ക് അവൾ വന്നാലുണ്ടല്ലോ" എന്നൊക്കെ സത്യാമ്മ വെല്ലുവിളിച്ചു. ഇത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, "വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല" എന്നൊക്കെ വിഷ്ണു പറഞ്ഞു. ഉടനെ സത്യാമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, "ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നോ? കാണിച്ചു തരടാ നിന്നെ ഞാൻ. നീ എന്താടാ വിളിച്ചത്?" എന്ന് ചോദിച്ച് സത്യാമ്മ വിഷ്ണുവിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് ചെല്ലുമ്പോഴേക്കും രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. "ഭാമേ, നീ എന്താ ഈ ചെയ്യുന്നത്? ബോധമില്ലാതെ ഇവിടെ നിൽക്കുന്ന അവനോടാണോ നീ ഗുണദോഷവും ഉപദേശവും ഒക്കെ നടത്തുന്നത്? നിനക്ക് തലയ്ക്ക് പ്രശ്നമുണ്ടോ?" എന്ന് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. ഉടനെ സത്യഭാമ പറഞ്ഞു, "രാഘവേട്ട, പിന്നെ ഇവൻ എന്ന് പറഞ്ഞത് ഭാമേ നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. പിള്ളാച്ച ഇവനെ റൂമിലേക്ക് കൊണ്ടുപോയി" എന്ന് രാഘവൻ നായർ പിള്ളാച്ചനോട് വിഷ്ണുവിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായി പറയുന്നു. വിഷ്ണുവിനെ പിള്ളച്ചേട്ടൻ പിടിച്ചുകൊണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് എത്തിയതും അവിടെ പപ്പി നോക്കി നിൽക്കുന്നത് കണ്ടു. ഉടനെ, വിഷ്ണു അച്ഛൻ കുടിച്ചിട്ട് വന്ന് പപ്പി മോള് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്, "എന്റെ പപ്പിക്കുഞ്ഞ് കണ്ടോ?" എന്നെല്ലാം ചോദിച്ച് വിഷ്ണു പപ്പിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവിന്റെ ആ പെരുമാറ്റവും അപ്പോഴത്തെ പ്രവൃത്തികളും ഒക്കെ കണ്ട് സങ്കടപ്പെട്ട് പപ്പി വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നെ പിള്ളാച്ചൻ വിഷ്ണുവുമായി നേരെ റൂമിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനെ ഈ അവസ്ഥയിൽ അവിടെ സത്യാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന്റെ വേദനയിൽ ശാലിനി മനസ്സുരുകയും സങ്കടപ്പെട്ടുകൊണ്ട് തിരികെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ വിഷ്ണു സ്കൂളിലേക്ക് പപ്പിമോളെ കൊണ്ടുപോകാനായി റെഡിയാകുന്നു. പപ്പിയെ കാറിലേക്ക് കയറ്റി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പിയോട് വിഷ്ണു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. "എന്തു പറ്റി എന്റെ പപ്പിക്കുഞ്ഞ്? ഇന്നത്തെ ദിവസം ആകെ മൂഡ് ഓഫ് ആണല്ലോ. അല്ല, ഇന്ന് ഒരു ചോദ്യം ചോദിക്കാനില്ലേ ഈ വിഷ്ണു അച്ഛനോട്? പലപ്പോഴും വിഷ്ണു അച്ഛനോട് ചോദിക്കുമല്ലോ, ആ വണ്ടി എന്താ അങ്ങനെ ഇരിക്കുന്നത്, ആ വണ്ടിയിലുള്ള ആളുകൾ എന്താ അങ്ങനെ പെരുമാറുന്നത്, അങ്ങനെ അങ്ങനെ എപ്പോഴും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ, എന്താ ഒന്നും മിണ്ടാത്തത്" എന്നൊക്കെ വിഷ്ണു അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ വിഷ്ണുവിനോട് പപ്പിമോള് ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോ കൂടെ ഉണ്ടായിരുന്ന കമലൻ വിഷ്ണുവിനോട് ചോദിച്ചു, "അതെ ആശാനെ, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി?" അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, "വൈകിട്ട് എന്താ പരിപാടിയെന്നോ? നീ എന്താ ഈ ചോദിക്കുന്നത്?" എന്ന് പറഞ്ഞതും, "അല്ല ആശാനെ, ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് ഇന്നും പോകണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്. ഇന്നലെ എന്തായിരുന്നു ആശാന്റെ പരിപാടി? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ സത്യത്തിൽ ഇന്നലെയാണ് എന്റെ ആശാൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. അവിടെ ചെന്ന് അവസാനം അവിടെയുള്ള ആളുകൾ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കാനായി കിടന്ന് പാടുപെട്ടതും അവരോട് കിടന്ന് ബഹളം ഉണ്ടാക്കിയതും ഒക്കെ ഓർക്കുമ്പോ എനിക്കാണെങ്കിൽ ആകെ കുളിര് കോരുക ആശാനെ" എന്നൊക്കെ കമലൻ പറയുന്നു. അതൊക്കെ കേട്ടോ ആകെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് പപ്പി. അപ്പോഴും വിഷ്ണു പറഞ്ഞു, "അല്ല, എന്നാലും എന്റെ പപ്പി കുഞ്ഞിന് എന്താ പറ്റിയത്?" എന്ന് ചോദിച്ചപ്പോ കമലൻ പറഞ്ഞു, "ആശാനെ, ആശാൻ എന്തൊക്കെയാ ഈ പറയുന്നത്" എന്ന് ചോദിച്ചതും,
അല്ല നീ ചോദിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പോ വീണ്ടും കമലം പറഞ്ഞു, എന്റെ ആശാനെ നമുക്ക് ഇന്ന് പോയി രണ്ടടിക്കണ്ടേ എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, എടാ കമല നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കൊച്ചു കേൾക്കുമെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച ഉടനെ കമലം പറഞ്ഞു, പിന്നെ ആശാൻ ഇന്നലെ മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ വീട്ടിൽ ചെന്ന് കയറി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്കൊക്കെ ഈ പപ്പി മോളാ സാക്ഷി. എന്നിട്ടാ ഇപ്പം ആശാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. വിഷ്ണു ആകെ ചമ്മി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും വിഷ്ണു ഒന്നും മറുപടി പറയാതിരിക്കുന്ന പപ്പിയുടെ അപ്പോഴത്തെ അവസ്ഥ പപ്പിയുടെ ആ മുഖത്തേക്ക് നോക്കി എന്താ എന്റെ പപ്പിക്കുഞ്ഞിന് പറ്റിയതെന്ന് വീണ്ടും വിഷ്ണു അന്വേഷിച്ചു. വിഷ്ണുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും നൽകാനായിട്ട് തനിക്ക് ഇഷ്ടമില്ല എന്നുള്ള ഭാവത്തിൽ വീണ്ടും പപ്പിമോള് അവിടെ തന്നെ ഇരുന്നു. പപ്പിമോളുടെ ആ പെരുമാറ്റത്തിൽ വിഷ്ണുവിന് ആകെ വല്ലാതെ സങ്കടം തോന്നുന്നു. വീണ്ടും എന്തായിരിക്കും കാര്യം എന്നറിയാതെ ആകെ വിഷമത്തോടെ വിഷ്ണു പപ്പിയുമായി നേരെ സ്കൂളിലേക്ക് പോകുന്നു. ഈ സമയത്ത് സ്കൂളിലേക്ക് വന്നെത്തിയ ശാലിനി കുഞ്ഞിനോട് യാത്ര പറയുകയാണ് സത്യമോളോട്. എന്നാ ശരി അമ്മ പോട്ടെ എന്ന് പറഞ്ഞ് ബായി പറയുമ്പോഴേക്കും ബായി അമ്മയെ ഉമ്മ എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് ശാലിനി അവിടെ ഇരുന്നിട്ട് കവിള് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും ചോദിച്ചു, മുത്തുകവു ആണല്ലേ എന്ന് പപ്പിമോള് സത്യമോള് അന്വേഷിക്കുന്നു. സത്യമോളുടെ ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് വിഷ്ണു സത്യമോൾക്ക് അങ്ങ് നാളികേരമുടച്ച് സഹായം ചെയ്തു കൊടുത്തപ്പോ താങ്ക്സ് അന്ന് സത്യമോള് പറയുകയും അതിന് പകരമായി വിഷ്ണു പറഞ്ഞു, ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ട് താങ്ക്സ് മാത്രമേ ഉള്ളോ? എനിക്ക് അത് പോരല്ലോ എന്ന് വിഷ്ണു ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ മറ്റെന്താണ് വേണ്ടത്, സമ്മാനം എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോ ഇനി എന്ത് സമ്മാനാ വേണ്ടത് എന്നുള്ള രീതിയിൽ വേഗം സത്യമോളെ നോക്കിയപ്പോ വിഷ്ണു അവിടെ ഇരുന്നുകൊണ്ട് കവിള് കാട്ടി പറഞ്ഞു, എനിക്ക് ഒരു മുത്തുകവ് വേണമെന്ന്. അങ്ങനെ ശാലിനിയുടെ മുന്നിൽ വെച്ച് വിഷ്ണു അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ഉമ്മ കൊടുപ്പിച്ചിട്ടും അതേ കാര്യം ശാലിനി വീണ്ടും കുഞ്ഞു തന്നോട് മുത്തുകവ് എന്ന് പറഞ്ഞപ്പോ ഓർമ്മിച്ചു. ശാലിനി അത് ഓർത്തങ്ങനെ നിൽക്കുമ്പോ സത്യമോള് ചോദിച്ചു, എന്താമേ ഞാൻ ചോദിച്ചു കേട്ട് ശരിയല്ലേ, മുത്തുകവ് ആണോ എന്ന് ചോദിച്ചതും അതെ എന്ന് ശാലിനി തലകുലുക്കി. ഉടനെ ശാലിനിയുടെ കവിളത്ത് സത്യമോള് ഒരു ഉമ്മ കൊടുക്കണം. സത്യമോള് ആകെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോ എന്നാ ബായ് മോളെ എന്ന് പറഞ്ഞു. ശാലിനി ബായ് പറയുമ്പോ ശാലിനിയോടും ബായ് മോളെ എന്ന് പറയുന്നത് കേട്ട് ശാലിനി അതിശയത്തോടെ സത്യമോളെ നോക്കി. ഉടനെ സത്യമോള് പറഞ്ഞു, അതെ അമ്മയുടെ മോളാണ് ഞാൻ, എന്റെ മോളാണ് അമ്മ, അതിനെന്താ കുഴപ്പം, ഈ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോ ശാലിനി മോളുടെ സംസാരം കേട്ട് ചിരിച്ചിരുന്നു. അപ്പോഴാണ് പപ്പിയുമായിട്ട് വിഷ്ണു സ്കൂളിലേക്ക് വന്നെത്തിയത്. പപ്പി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വേഗം നടന്നു പോകുന്നത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു, എടി അവിടെ നിന്നേ, ഇതെന്താ ഇങ്ങനെ? സാധാരണ ബൈ പറയാറുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു അച്ഛനൊരു ഉമ്മ തരാറുണ്ട്, ഇന്ന് അതൊന്നും ഇല്ലല്ലോ എന്ന് വിഷ്ണു പരിഭവത്തോടെ ചോദിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, എന്താ കാര്യം എന്ന് വിഷ്ണു ചോദിച്ചത് പപ്പിമോള് പറഞ്ഞു, ഞാൻ വിഷ്ണു അച്ഛനോട് പിണക്കവാ, ഞാൻ മിണ്ടുവേല എന്ന് പറഞ്ഞു. പിണക്കോ, എന്താ കാര്യം എന്ന് വിഷ്ണു അന്വേഷിച്ചതും പപ്പിമോള് പറഞ്ഞു, ഇന്നലെ വിഷ്ണു അച്ഛൻ എന്തിനാ മദ്യപിച്ചത് എന്ന് പപ്പിമോള് ദേഷ്യപ്പെട്ടു. അത് കേട്ട ഉടനെ വിഷ്ണുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് പപ്പിമോൾ അങ്ങനെ നിൽക്കുന്നത് സത്യമോളോട് യാത്ര പറഞ്ഞ് അവിടേക്ക് വന്ന ശാലിനി കാണാനിടയായി. എന്താണ് ഇവർ തമ്മിലുള്ള സംസാരം എന്നറിയാനായി വിഷ്ണുവിന്റെയും കുഞ്ഞിന്റെയും കണ്ണിൽ പെടാതിരിക്കാൻ പതുക്കെ മാറി നിന്നുകൊണ്ട് ശാലിനി ശ്രദ്ധിച്ചു. ഉടനെ പപ്പിമോള് പറഞ്ഞു, അതെ ഇന്നലെ വിഷ്ണു അച്ഛനെ അങ്ങനെ മദ്യപിച്ച് വന്നില്ലേ, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ഓ അതാണോ, അതിനതേ കാരണക്കാരന്റെ ഇവനാ, ഈ കമലൻ, ഇവനെ എന്നെ നിർബന്ധിച്ച് ഇന്നലെ മദ്യപിച്ചത് എന്ന് കമലിനെ ചോണ്ടി വിഷ്ണു പറയുന്നു. അത് കേട്ടതും കമലിനാകെ ഞെട്ടലോടെ, ആശാനെ ഞാനോ എന്ന് അതിശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, പ്ലീസ് പ്ലീസ് കുഞ്ഞിന്റെ മുന്നില് എന്ന് പറഞ്ഞ് നീ ഒന്ന് ഏറ്റെടുക്കടാ എന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് ആശയം കാണിച്ചതും ഉടനെ കമലൻ സമ്മതിച്ചു. അതെ മോളെ, അതെ പപ്പിക്കുഞ്ഞെ, ഞാൻ തന്നെയാ ആശാനെ ഇന്നലെ നിർബന്ധപൂർവ്വം ബാറിൽ കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തി, ആശാനെ ബലമായി പിടിച്ചിരുത്തി, ആശാന്റെ ഇരു കൈയും ഞാൻ ബലമായി പിടിച്ചുകൊണ്ട് ആശാന്റെ വായിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു, അതെല്ലാം ചെയ്ത് ഞാനാ എന്ന് കമലൻ പപ്പിമോളുടെ അരികിലിരുന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ പപ്പിമോള് പറഞ്ഞു, ആണല്ലേ, എന്നാ അങ്കിളിന് അതിനുള്ള ശിക്ഷയുണ്ട് എന്നറിയിച്ചു. ശിക്ഷയോ എന്ന് അതിശയത്തോടെ കമലൻ അന്വേഷിച്ചു. കമലിന്റെ ചോദ്യം കേട്ട് അതെ ശിക്ഷയുണ്ട് എന്ന് വീണ്ടും പപ്പിമോള് പറയുന്നു. എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നോക്കിയതും ഏത്ത് വിടണം എന്ന് കമലിനോട് പപ്പിമോള് ആവശ്യപ്പെട്ടു. ഇതെല്ലാം മാറി നിന്ന് ശാലിനിയെ ശ്രദ്ധിച്ചിരിക്കുകയും കുഞ്ഞ് ഇതെല്ലാം ചെയ്യിക്കുന്നത് കണ്ട് പുഞ്ചിരിയോടെ നോക്കുന്നു വിഷ്ണുവിനെ. കുഞ്ഞ് തന്നെ ഇക്കാര്യം പറഞ്ഞ് ശാസിക്കുന്നത് എല്ലാം കേട്ട് ആസ്വദിച്ചങ്ങനെ ശാലിനി നോക്കി നിൽക്കുമ്പോൾ കമലിനോട് ഏത്ത വിടാനായി കുഞ്ഞ് ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ തന്നെ പപ്പിമോളുടെ ആ ആവശ്യം കേട്ട് വിഷ്ണു പറഞ്ഞു, ഏത്ത ഇട്ടോടാ എന്ന് പറഞ്ഞതും ഏത്തമല്ലേ ഞാൻ ഇടാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് കമൽ ഒരു ഏത്തമിട്ടു. അത് കണ്ട ഉടനെ തീർന്നില്ലേ, ഞാൻ
കാണാൻ പോകാലോ, എനിക്ക് പോകാലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പപ്പിമോള് പറഞ്ഞു, ഓരോ ഏത്തമൊന്നും അല്ല, 100 ഏത്ത വിടണം എന്നറിയിച്ചു. 100 ആശാനെ എന്ന് ആകെ ആശങ്കപ്പെട്ടും അതിശയത്തോടെയും കമലം വേഗം തന്റെ അരികിൽ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ആ മോള് പറഞ്ഞല്ലേ നീ ഇട്ടോ ഇട്ടോ എന്ന് കമലിനോട് ഇട്ടോളാനായി വിഷ്ണു അറിയിച്ചു. ആകെ വിഷമത്തോടെ കമലിന് അങ്ങനെ ഇരിക്കുമ്പോ, മോളെ 100 വേണോ എന്നൊക്കെ കമലിന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ജോബി എത്തുന്നു. പപ്പിമോളുടെ കൂട്ടുകാരനായ ജോജി വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ പ്രശ്നം? ഞാൻ എന്താ പപ്പി, എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ജോജി ചോദിച്ചതും ഉടനെ പപ്പി പറഞ്ഞു, ദേ ജോജി, ഈ നിൽക്കുന്ന ഈ അങ്കിൾ ഉണ്ടല്ലോ, ഈ കമലൻ, ഇയാള് എന്റെ വെല്ലിച്ചനെ കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ചു എന്നറിയിച്ചു. അത് കേട്ടതും ജോജി ദേഷ്യത്തോടെ നോക്കുന്നു. ഉടനെ തന്നെ പപ്പി പറഞ്ഞു, അതിന് ഞാൻ ഏത്ത വിടാൻ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞപ്പോ, ആഹാ എന്നിട്ട് ഏത്ത വിടുന്നില്ലേ, ഞാൻ എന്നാ ഇടപെടാം, ഞാൻ ഇരിക്കാവല്ലോ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ഏത്ത വിടുറോ എന്ന് ജോജിയും ഇടയ്ക്ക് കയറി പപ്പിയോടൊപ്പം തന്നെ കമലിനോട് ഏത്ത വിടാൻ അറിയിച്ചു. അത് കേട്ട ഉടനെ കമലനാകെ ഭയത്തോടെ ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി. ഉടനെ വിഷ്ണു പറഞ്ഞു, എടാ കൊച്ചു കുട്ടികളുടെ അടുത്ത് നിന്ന് തല്ല് വാങ്ങിച്ച് കൂട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നീ വേഗം ഏത്ത വിട്ടോ എന്ന് വിഷ്ണു കമലിനോട് പറഞ്ഞു. അവസാനം കമലൻ ഏത്തമിടാൻ തയ്യാറായി. അങ്ങനെ പതുക്കെ ഇരുന്ന് ഏത്തമിടാൻ തുടങ്ങുമ്പോൾ കമലിന്റെ അരികിൽ നിന്ന് പപ്പിയും ജോജിയും എണ്ണിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വിഷ്ണുവിനോട് പറഞ്ഞ് ഇനിയും താൻ രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ കമലൻ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു, എടാ പപ്പിക്കുഞ്ഞിന് 100 വരെയല്ലേ അറിയത്തുള്ളൂ, അതുകൊണ്ട് നിന്നോട് ഇടാൻ പറഞ്ഞത്, വേഗം ഇടറ എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെ ഏത്തുവിടുന്നത് കണ്ട് ആസ്വദിച്ചങ്ങനെ നിന്നു. ശാലിനി വിഷ്ണുവിന്റെ ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ കണ്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാലിനി അപ്പുറത്ത് നിൽപ്പുണ്ടെന്നറിയാതെ വിഷ്ണു കമലൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഉടനെ കമലിന് അവസാനം ഒരു വിധത്തിൽ 100 ഏത്തമിട്ട് അവശനായി അങ്ങനെ നിൽക്കുമ്പോ, ഇനി കഴിഞ്ഞല്ലോ ശിക്ഷ എന്ന് കമലൻ പപ്പിയോട് ചോദിച്ചു. ശരി, ഇനി ഏത്തവിടണ്ട, ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാ ഇതായിരിക്കില്ല ഉള്ള ശിക്ഷ എന്ന് പറഞ്ഞതും, ഇനി ഞാൻ ഒരിക്കലും ആശാനെ കൊണ്ട് കുടിപ്പിക്കില്ല എന്ന് കമലൻ പറഞ്ഞു. അപ്പോഴേക്കും പപ്പിമോള് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു ചോദിച്ചു, അല്ല എന്നിട്ടും എന്നോടുള്ള പിണക്കം മാറിയില്ലേ എന്ന് വിഷ്ണു അന്വേഷിച്ചതും പപ്പിമോള് പറഞ്ഞു, അതെ, വെല്ലേശനോടുള്ള പിണക്കം മാറിയിട്ടില്ല, ഇനി ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് വിഷ്ണു അന്വേഷിച്ചതും വിഷ്ണുവിനോട് പപ്പിമോള് പറഞ്ഞു, ഇനി ഒരിക്കലും വിഷ്ണു അച്ഛൻ കുടിച്ചിട്ട് വരല്, ഇനി ഒരിക്കലും വിഷ്ണു അച്ഛൻ കുടിക്കുകയും ചെയ്യില്ല ഇല്ല എന്ന് വിഷ്ണു പറയുമ്പോ പപ്പി പറഞ്ഞു, ഇല്ലെന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞാ പോരാ, സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു തന്റെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ തുടങ്ങി. ഉടനെ വിഷ്ണു തലയിൽ കൈവച്ച് കമലന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട ഉടനെ വിഷ്ണുവിനോട് പപ്പിമോള് പറഞ്ഞു, അവിടെയല്ല, എന്റെ തലയിൽ, ഇവിടെ പപ്പിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ആകെ വല്ലാതാകുന്നു. വിഷ്ണു അവിടെ നിലത്ത് കുത്തിയിരുന്ന് വിഷ്ണുവിന്റെ കൈ പപ്പിയുടെ തലയിൽ വെപ്പിച്ചുകൊണ്ട് പപ്പിമോള് പറഞ്ഞു, വിഷ്ണു അച്ഛൻ സത്യം ചെയ്യ, ഇനി വിഷ്ണു അച്ഛൻ കുടിക്കില്ല എന്ന് സത്യം ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടതും ആകെ ഭയത്തോടെയും സങ്കടത്തോടെയും വിഷ്ണു സത്യം ചെയ്യാനാകാതെ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ ശാലിനി ആ മക്കൾക്ക് വിഷ്ണുവിനോടുള്ള സ്നേഹവും ആ കരുതലും കണ്ട് ശാലിനിയുടെ കണ്ണുകൾ നിറയുന്നു.